ഹലോ കൂട്ടുകാരെ, ഇന്നത്തെ വീഡിയോയിൽ ബുക്ക് ഓഫ് ബ്ലഡ് എന്ന് പറഞ്ഞ ഒരു മൂവിയാണ് കാണാൻ പോകുന്നത്. ഈ മൂവി വളരെ വ്യത്യസ്തമായിരിക്കും. എന്താണ് ആ വ്യത്യസ്തം എന്ന് ചോദിച്ചാൽ അതൊക്കെ നിങ്ങൾ സിനിമ കണ്ട് തന്നെ മനസ്സിലാക്കൂ. ഇതൊരു ഹൊറർ മൂവിയാണ്. ഒരു പഴയ ബുക്കിൽ നിന്ന് എടുത്ത 2-3 ഭാഗങ്ങളാണ് ഈ സിനിമയുടെ കഥ തന്നെ. ഇപ്പോൾ വരൂ ഗൈസ്, ബുക്ക് ഓഫ് ബ്ലഡ് എന്ന് പറഞ്ഞ ഈ സിനിമയാണെങ്കിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സിനിമയുടെ സ്റ്റാർട്ടിങ് സീനിൽ തന്നെ നമ്മളെ കാണിക്കുന്നത് ഒരു സ്ത്രീനെയാണ്. അവരും അവിടെ ഇരുന്നുകൊണ്ട് ഒരു കാര്യം പറയുകയാണ്. എല്ലാവർക്കും തന്നെ ഓരോ കഥകളുണ്ടായിരിക്കും, എന്നാൽ മരിച്ചവരുടെ കഥകൾ കേൾക്കാനായിരിക്കും രസം തന്നെ. ആ കഥകളൊക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടും തലയിലാണി അടിച്ച പോലെ ഇരിക്കുമെന്ന് പറഞ്ഞ് ഇവിടെ ഒരു വയസ്സായ ആളെ കാണിക്കുന്നു. അയാളാകട്ടെ ഈ ലൈബ്രറിയുടെ ഓണറാണ്. അയാളും അവിടെയുള്ള ഷെൽഫിലൊക്കെ ബുക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ അവിടെയാണെങ്കിൽ ഒരാൾ വരുന്നു. ഇയാളെ കണ്ടതാകട്ടെ ഇപ്പം ഇയാൾ പേടിച്ചാണെങ്കിൽ എങ്ങോട്ട് ഓടി ഒളിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഈ ഷോപ്പിൽ വന്നയാൾ ആകട്ടെ ഇയാളെ പിടിച്ചിട്ട് ചോദിക്കുന്നു, എൻ്റെ പൈസ എവിടെയെന്ന്. ഈ സമയത്ത് ടോം, ഞാൻ പറയുന്നു കേക്ക്, നിന്റെ പൈസയാണെങ്കിൽ എന്തായാലും ഞാൻ തരാം, എന്നാൽ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇല്ലെന്ന് പറയുന്നു. എന്നാൽ അതിനേക്കാളും വിലപിടിപ്പുള്ള ഒരു സാധനം എൻ്റെ കയ്യിലുണ്ടെന്ന് പറയുമ്പോൾ ടോമും എന്താണ് ആ സാധനം എന്ന് ചോദിക്കുന്നു. ഈ സമയത്താകട്ടെ ടോമിൻ്റെ ഫ്രണ്ടും ആ ലൈബ്രറിയുടെ ഫ്രണ്ടിലാണെങ്കിൽ കാറിട്ടിട്ട് ഇവൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഈ ടോമിൻ്റെ അടുത്ത് അതൊരു ബുക്കാണ്, അതിൻ്റെ പേര് ബ്ലഡ് ബുക്ക് എന്നാണ്, കോടികളുടെ രൂപ വരുമെന്ന് പറഞ്ഞ് ആ സ്ഥലവും പറഞ്ഞു കൊടുക്കുന്നു. ഇപ്പോഴാകട്ടെ ഇയാളുടെ കഴുത്താണെങ്കിൽ കണ്ടിച്ചു കളിയുമാണ്. എനിക്ക് ആ സ്ഥലത്ത് പോയി ഞാൻ എടുത്തോളാം, നിൻ്റെ ആവശ്യമില്ലെന്ന് പറഞ്ഞ് ഇവനും അവൻ്റെ ഫ്രണ്ടും കൂടെ ചേർന്ന് ആ കിളവൻ പറഞ്ഞ സ്ഥലത്തേക്കാണെങ്കിൽ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുവാണ്. നമ്മൾ തേടി പോകുന്ന സാധനത്തിൻ്റെ പേര് ബ്ലഡ് ബുക്കാണെന്ന് അവൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് പറയുന്നു. എന്നാൽ അത് ഉള്ള സ്ഥലം മാത്രമേ നമുക്കറിയത്തുള്ളൂ, അത് ആരുടെ കയ്യിലുണ്ടെന്ന് അറിയത്തില്ലെന്ന് പറഞ്ഞ് രണ്ടുപേരും ഇതിനെക്കുറിച്ച് സംസാരിച്ച് അവിടെ നിന്ന് പോകുവാണ്. ഇപ്പോൾ ഇവിടെ സീൻ കട്ട് ചെയ്തിട്ട് നമ്മുടെ ഹീറോയിനെ കാണിക്കുന്നു. ഹീറോയിനാണെങ്കിൽ അവളുടെ അച്ഛനും അമ്മയുടെ കൂടെയാണുള്ളത്. ഇവളെക്കുറിച്ച് പറയുമ്പോൾ ഇവൾക്കൊരു സൈക്കോളജിക്കൽ ഡിസോർഡർ ഉണ്ട്. എന്തെന്ന് വെച്ചാൽ ചെറിയ ശബ്ദം വരെ വലിയ ഉച്ചത്തിൽ കേൾക്കും. ഇവളുടെ അച്ഛനും അമ്മ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവർ കടിക്കുന്ന ശബ്ദം വരെ വലിയ ഉച്ചത്തിലാണ് ഇവളുടെ കാത് കേൾക്കുന്നത്. ഒരു ചെറിയ ഈച്ചയാണെങ്കിൽ പറന്നു പോയാൽ തന്നെ ആ ഈച്ചയുടെ ശബ്ദവും വലിയ ഉച്ചത്തിലാണ് ഇവൾക്ക് കേൾക്കുന്നത്. ഇത് തന്നെയാണെങ്കിൽ ഇവളുടെ പ്രശ്നമായിട്ട് മാറിയിരിക്കുന്നു. അത് മാത്രമല്ലാതെ ഇവൾ കുറച്ച് ഡിപ്രസ്ഡ് ആയെന്ന് പറഞ്ഞ് നമ്മളെ കാണിക്കുന്നുണ്ട്. ഏത് നേരവും ഇവളുടെ ഡ്രോയിങ് ബുക്കിലാണെങ്കിൽ എന്തെങ്കിലും കുത്തി ഇങ്ങനെ വരച്ചുകൊണ്ടിരിക്കും. ഈ സമയത്ത് എന്തൊക്കെ വരച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഹീറോയിനും ആണെങ്കിൽ അവളുടെ അച്ഛനും അമ്മയും കിടന്നെന്നറിഞ്ഞ് അവിടെയാണെങ്കിൽ ചെന്ന് നോക്കുമ്പോൾ ഇവരൊരു കാര്യം പറയുന്നു, ഇവളുടെ ശല്യം സഹിക്കാൻ പറ്റുന്നില്ല ഇപ്പം, അതുകൊണ്ട് ഇവളെ മെൻ്റൽ അസൈലത്തിലേക്ക് വല്ലതും നമുക്ക് പറഞ്ഞു വിടാമെന്നൊക്കെ പറഞ്ഞ് ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഹീറോയിനാണെങ്കിൽ നല്ലപോലെ കേൾക്കുവാണ്. ഇവിടെ നിന്നാൽ പറ്റത്തില്ല, ഇവിടെ നിന്ന് രക്ഷപ്പെടുമെന്ന് പറഞ്ഞ് ഇവളുടെ അച്ഛനും അമ്മയും ഉറങ്ങി തക്കം നോക്കി അവിടെയുള്ള പൈസകളെല്ലാം മോഷ്ടിച്ച് ഇവളുമാണെങ്കിൽ ലോസ് ഏഞ്ചൽസിലേക്ക് പോകാൻ വേണ്ടി ഒരു ടിക്കറ്റ് എടുക്കുവാണ്. ഇപ്പോൾ ഇവളും ആണെങ്കിൽ ആ ബസ്സിലാണെങ്കിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ഇവളും ഒറ്റയ്ക്കാണല്ലോ, അതുകൊണ്ട് കുറച്ച് പേടിയാകുന്നുണ്ട്. ആ സമയത്ത് തന്നെ ആരോ ഒരാൾ ഇവളിങ്ങനെ പിന്തുടരുന്നു വരുന്ന പോലെ ഇവൾക്ക് ഇങ്ങനെ ഫീൽ ആയിക്കൊണ്ടേയിരിക്കുന്നു. അയാളും അടുത്തേക്ക് വരുമ്പോൾ ഇയാൾ തന്നെ ആക്രമിക്കുമോ എന്നുള്ള പേടി കാരണം ഇവളും ആണെങ്കിൽ ഒരു സ്റ്റോപ്പിലിറങ്ങി പെട്ടെന്ന് തന്നെ ആ ബസ്സിൽ നിന്ന് ഇറങ്ങി ഒരു റെസ്റ്റോറൻറ്റിലേക്ക് പോകുന്നു. അവരുടെ സിസ്റ്റം ഉപയോഗിച്ച് ഇവിടെ അടുത്ത് ഏതെങ്കിലും ഹോം സ്റ്റേ ഉണ്ടോ എന്ന് നോക്കുന്നു. കാരണം ബസ് മിസ്സായതുകൊണ്ട് ഇപ്പം ഹോം സ്റ്റേ ആണെങ്കിൽ നോക്കുന്ന സമയത്ത് ഒരു വീടാണെങ്കിൽ അവൾ കണ്ടുപിടിക്കുകയാണ്. ഇപ്പം ആ വീട്ടിലേക്ക് പോകുന്നു. അവിടെ ഒരു അങ്കിളും ആൻറ്റീനെ കാണുന്നു. അതുപോലെ തന്നെ അവിടെ വേറൊരു പയ്യനും കൂടി ഉണ്ട്. ഇവൻ്റെ പേര് നമുക്ക് ഹെൻറി. ഹീറോയിൻ്റെ അടുത്ത് ഇങ്ങനെ സംസാരിക്കാൻ വേണ്ടി തുടങ്ങുന്നു. ഇങ്ങനെ ഞാനാണെങ്കിൽ നിന്നെ റെസ്റ്റോറൻറ്റ് വെച്ച് കണ്ടായിരുന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുമ്പോൾ ഇവൾ നല്ലപോലെ തന്നെ സംസാരിക്കും. ഇവനും ഈ സ്ഥലത്ത് റെൻറ്റ് കൊടുത്താണ് താമസിക്കുന്നത്. ഇപ്പം അങ്കിൾ വന്ന് ശരി നിൻ്റെ റൂം അതാണെന്ന് പറഞ്ഞ് ആ റൂം കാണിച്ചു കൊടുക്കുന്നു. ഹീറോയിനും ഇപ്പം കിടക്കാമെന്ന് പറഞ്ഞ് കിടക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് ആ ചൂരിൻ്റെ അപ്പുറത്ത് നിന്ന് എന്തോ ഒരു ശബ്ദം കേട്ടുകൊണ്ടിരിക്കുകയാണ്. എന്താണെന്ന് പറഞ്ഞ് ഇവൾ ഇങ്ങനെ ചെവി കോർത്ത് വെച്ച് നോക്കുന്നു. ഇപ്പം ആ ചൂരിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു വണ്ടാണെങ്കിൽ കയറി വരുവാണ്. ഹീറോയിന് ഈ ചെറിയ പ്രാണികളൊക്കെ കണ്ട പേടിയാകും, അതുകൊണ്ട് തന്നെ ഇവളും ആണെങ്കിൽ ഒച്ചയുണ്ടാക്കുന്നു. ഈ സമയത്ത് ആൻറ്റി വന്ന് എന്താണ് സംഭവിച്ചത് എന്ന് ചോദിക്കുമ്പോൾ ഹീറോയിനും ഇങ്ങനെ ഒരു വണ്ടിനെ കണ്ട് പേടിച്ചാണെന്ന് പറയുന്നു. സാരയില്ല, നീ പുതിയ ടൗണിലാണ് വന്നിരിക്കുന്നത്, പുതിയ വീട്ടിലാണ് താമസിക്കുന്നത്, എന്തായാലും നിനക്ക് എന്തെങ്കിലും മധുരമായിട്ട് എന്തെങ്കിലും കഴിക്കാൻ തരാമെന്നൊക്കെ പറഞ്ഞ് ഇവിടെ രാത്രി കൂട്ടിക്കൊണ്ടുപോയി കാപ്പിയൊക്കെ ഇട്ട് കൊടുക്കുന്നു. ഇപ്പോൾ ഇവരും ആണെങ്കിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ ആൻറ്റിയില്ലേ, ആൻറ്റി ആണെങ്കിൽ ഒരു നേഴ്സായിരുന്നു, ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, പിന്നെ അവിടെ നിന്ന് പോയതാണെന്നൊക്കെ പറയുന്നു. ഈ സമയത്ത് അങ്കിളും ഒരു കാര്യം പറയുന്നു. ഈ അങ്കിളാകട്ടെ ഒരു കാർപ്പൻ്ററാണ്, ഇവിടെയുള്ള എല്ലാ ഫർണിച്ചറും ഞാനാണ് ഉണ്ടാക്കിയതെന്ന് പറഞ്ഞ് ഹീറോയിൻ്റെ അടുത്ത് ഇതൊക്കെ പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ ഇവരുടെ ആണെങ്കിൽ വീടിൻ്റെ ഉള്ളിൽ
റൂമിലേക്ക് ഒരു പ്രാണി കയറി വരുന്നു. എപ്പോഴും ഇതിനെ നേരമുള്ളെന്ന് പറഞ്ഞ് ആൻറ്റി ആ പ്രാണിനെ കൊണ്ടേ കളയുന്നു. ഇപ്പോഴാകട്ടെ ഈ ഹെൻറി ഹീറോയിനും കൂടെ ഇരുന്ന് രണ്ടുപേരും കൂടെ സംസാരിക്കുവാണ്. ഇവളാകട്ടെ ഇവൻ്റെ അടുത്തൊരു കാര്യം പറയുന്നു. ഇങ്ങനെ എനിക്കൊരു ബോയ് ഫ്രണ്ട് ഉണ്ടായിരുന്നു, അവൻ മരിച്ചു പോയെന്നൊക്കെ പറഞ്ഞ് ഫീലോടെ സംസാരിക്കുവാണ്. ഇപ്പോൾ ഇത് കേട്ട് ഹെൻറി ആണെങ്കിൽ ഇവളെ സമാധാനിപ്പിക്കുന്നുണ്ട്. നമ്മുടെ ഹെൻറിക്കാകട്ടെ ഹീറോയിന് ഇഷ്ടപ്പെട്ടെന്നാണ് തോന്നുന്നത് കേട്ടോ. അതുകൊണ്ട് നീ ടൗണിൽ ഒറ്റയ്ക്കല്ലേ, അതുകൊണ്ട് നിന്റെ നമ്പർ ഇതാ, നാളെ നമുക്കൊരു കോഫി കുടിക്കാൻ പോവാന്ന് പറഞ്ഞ് ഒരു സമയമാണെങ്കിൽ ഇവൻ പറയുകയും ചെയ്യുന്നു. ഹീറോയിനും അതിന് ശരി നമുക്ക് നോക്കാമെന്നൊക്കെ പറഞ്ഞ് അവളാണെങ്കിൽ കിടക്കാൻ വേണ്ടി പോകുന്നു. ഇപ്പോൾ ഇവൾക്കും ആണെങ്കിൽ കുറേ ഒച്ചയൊന്നും കേൾക്കാൻ പാടില്ല, അതുകൊണ്ട് ഒരു ഹെഡ്സെറ്റ് ഇട്ടിലാണ് കിടക്കുന്നത്. അവൾ പെട്ടെന്ന് തന്നെ ഉറങ്ങിയും പോകുന്നു. ഈ സമയത്താകട്ടെ ഇവൾ കണ്ണു തുറക്കുമ്പോൾ ഇവൾക്കാണെങ്കിൽ കൈയൊന്നും അനക്കാൻ സാധിക്കുന്നില്ല. ആരോ പിടിച്ച് വലിക്കുന്ന പോലെ നമുക്ക് കൈ പൊക്കണം എന്ന് തോന്നും, എന്നാൽ പൊക്കാൻ സാധിക്കുന്നില്ല. അതുപോലെ ഹീറോയിൻ ആയിരിക്കുവാണ്. ഇവൾ നോക്കുന്ന സമയത്ത് ആ ഹെൻറി ആകട്ടെ ഷർട്ട് പോലും ഇടാതെ ഇവളുടെ ഫ്രണ്ടിലേക്ക് വരുന്നു. ഇവളെ കിസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു. പെട്ടെന്ന് തന്നെ അവിടെയാണെങ്കിൽ ഈ ആൻറ്റി വരുവാണ്. ആൻറ്റി വന്ന് നിനക്കൊന്നുമില്ല, ഞങ്ങൾ നിൻ്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞ് അവിടുന്ന് പോകുന്നു. ആൻറ്റി പോയതിനു ശേഷം മംഗൾ വന്ന് ഹീറോയിൻ്റെ ആണെങ്കിൽ സൈസ് അളന്നുകൊണ്ടിരിക്കുവാണ്. ഇവളുടെ വായിൽ നിന്നാകട്ടെ ഈ പ്രാണികളൊക്കെ പോകുന്ന പോലെ ഇവളും ആണെങ്കിൽ സ്വപ്നം കാണുന്നു. ഇതൊക്കെ സ്വപ്നമാണെന്നാണ് തോന്നുന്നത് എന്ന് പറഞ്ഞ് പിറ്റേ ദിവസം രാവിലെ ഹീറോയിൻ എഴുന്നേറ്റ് ഈ ഹെൻറി ആണെങ്കിൽ ഒരു കോഫി വിളിക്കാൻ വിളിച്ചല്ലോ, ആ സ്ഥലത്താണെങ്കിൽ വെയിറ്റ് ചെയ്യുവാണ് ഹെൻറിക്ക് മെസ്സേജ് ഒക്കെ അയക്കുന്നുണ്ട്. എന്നാൽ അവനാകട്ടെ ഇത് മെസ്സേജിന് റിപ്ലൈ തരുന്നില്ല. ഇവള് ശരി പോകാമെന്ന് നോക്കുമ്പോൾ ഇവളെ ഫോളോ ചെയ്തല്ലേ ഒരുത്തൻ, അവനാണെങ്കിൽ വീണ്ടും വരുവാണ്. ഇപ്പം ഇയാളെ കണ്ടത് ഹീറോയിൻ പേടിച്ച് ആ കോഫി ഷോപ്പിൽ നിന്ന് വേഗം തന്നെ ഓടി ഇവളുടെ വീട്ടിലേക്ക് തന്നെ വരുന്നു. എന്ത് സംഭവിച്ചെന്ന് ഇവരും ചോദിക്കുമ്പോൾ ഒന്നുമില്ല, എന്നെ ആരോ ഫോളോ ചെയ്യുന്ന പോലെ ഉണ്ടെന്ന് ചോദിക്കുന്നു. നീ പേടിക്കണ്ട, നിനക്ക് എപ്പോൾ വേണമെങ്കിലും ഇവിടുന്ന് പോകാമെന്ന് പറയുന്നു. ശരി എൻ്റെ കൂടെ വരാൻ പറഞ്ഞ് ആ ഗാർഡനൊക്കെ ഹീറോയിനാണ് കാണിച്ചു കൊടുക്കുകയാണ്. നമ്മുടെ ആൻറ്റി ആകട്ടെ ഒരു കാര്യം ഹീറോയിൻ്റെ അടുത്ത് പറയുന്നു. ഇതുപോലെ എനിക്ക് രണ്ടാണെങ്കിൽ പെൺകുട്ടികളായിരുന്നു, അതിലൊരു പെൺകുട്ടി ഒരു ആക്സിഡൻറ്റ് മരിച്ചുപോയി. എൻ്റെ രണ്ടാമത്തെ മകള് കല്യാണം കഴിച്ച് പേരക്കുട്ടികളുടെ കൂടെ സന്തോഷമായിട്ടിരിപ്പുണ്ടെന്ന് പറയുന്നു. ഇപ്പോൾ ഇതൊക്കെ കേട്ടതും ഹീറോയിൻ പറയുന്നു, എനിക്ക് എന്തോ ഒരു കുഴപ്പമുണ്ടെന്നാണ് തോന്നുന്നത്, ഞാൻ ടാബ്ലറ്റ് എല്ലാം തന്നെ എൻ്റെ വീട്ടിൽ തന്നെ വിട്ടിട്ട് പോയി, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ തോന്നുന്നതെന്ന് പറഞ്ഞ് ഹീറോയിനും ഈ ആൻറ്റിയുടെ അടുത്ത് സംസാരിക്കുന്നു. ഇവിടെ സീൻ കട്ട് ചെയ്തിട്ട് നമ്മുടെ ഹീറോയിനെ നോക്കുമ്പോൾ ഹീറോയിൻ ആകട്ടെ ഡ്രോയിങ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ കേട്ട അതേ ശബ്ദം തന്നെ വീണ്ടും കേൾക്കാൻ തുടങ്ങുന്നു. ഈ തവണ അവിടെ നിന്ന് ആരോ കൈയിട്ട് ഉരയ്ക്കുന്ന പോലെയാണ് കേൾക്കുന്നത്. ഹീറോയിനെ നോക്കുമ്പോൾ അവിടെ ഏതൊരു സ്ത്രീ നിൽക്കുന്ന പോലെ അവൾക്ക് കാണുന്നു. ഇപ്പോൾ ഇത് കണ്ടിട്ട് ഇവൾ ആദ്യം പേടിക്കുന്നതുകൊണ്ട് പിന്നെ എന്താണ് അപ്പുറത്തുള്ളത് എന്നറിയാനുള്ള കൗതുകം കൊണ്ട് ഇവള് ആ ചുവരിലൊന്ന് തൊട്ട് നോക്കുവാണ്. തൊടുമ്പോൾ അവിടെയുള്ള ഡോറ് പോലെ ഉണ്ട്, എല്ലാ ഡോറും ഇങ്ങനെ ഓപ്പണായി വന്നുകൊണ്ടിരിക്കുന്നു. ഓരോ ഡോറും ഇവളിങ്ങനെ അതിൻ്റെ ഉള്ളിൽ നിന്ന് ആദ്യം പ്രാണികളൊക്കെ വരുന്നു. ഇപ്പോൾ അവൾ ഫ്ലാഷ് അടിച്ച് നോക്കുമ്പോൾ ഒരു സ്ത്രീനെ തന്നെ പകുതി ജീവനോടെ കണ്ണൊക്കെ പൂടി അവിടെ വെച്ചിരിക്കുവാണ്. ഇപ്പോൾ അവർക്കും ജീവനുണ്ട്. ആൻറ്റി ഇവളുടെ അടുത്ത് ചോദിക്കുന്നു എന്താണ് പ്രശ്നമെന്ന്. ഒരു പ്രശ്നവുമില്ല, ഇവിടെ ഒരു പാറ്റയെന്ന് പറഞ്ഞ് ഹീറോയിനാണെങ്കിൽ ആ ഹെൻറിയുടെ അടുത്ത് മെസ്സേജ് അയക്കുന്നു. ഇങ്ങനെ ഇവിടെ പ്രശ്നം നടന്നുകൊണ്ടിരിക്കുകയാണ്, നീ പോലീസിനെ കോൾ ചെയ്യാൻ പറയുന്നു. എന്നാൽ ഈ മെസ്സേജ് റിപ്ലൈ തന്നുകൊണ്ടിരിക്കുന്നത് ഈ ആൻറ്റിയാണ്. ഇപ്പോൾ ആ സ്ത്രീ വെളിയിലേക്ക് വരാൻ വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ആൻറ്റി ആകട്ടെ ഞാൻ അകത്തേക്ക് വരാമെന്ന് പറഞ്ഞ് ഡോറ് തുറന്ന് അകത്തേക്ക് വരുന്നു. ഇപ്പോൾ ഹീറോയിനും അവിടെയുള്ള ടോർച്ച് എടുത്ത് ആൻറ്റിയുടെ തലക്കിട്ടെന്ന് കൊടുക്കുകയാണ്. ആൻറ്റി അവിടെ തന്നെ ഫ്ലാറ്റായി കിടക്കുന്നു. ഇവിടുന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടാൽ മതി എന്ന് പറഞ്ഞ് ഇവളും അവിടെയുള്ള ഡോറൊക്കെ തുറക്കാൻ വേണ്ടി ശ്രമിക്കുവാണ്. ഈ സമയത്താകട്ടെ ഈ ശബ്ദം കേട്ട് അങ്കിളും ആണെങ്കിൽ അങ്ങോട്ട് വരുന്നു. ഇപ്പം ഇവളും ആണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ ഒരു ഡോർ വഴി അപ്പുറത്തേക്കാണെങ്കിൽ പോകാൻ ശ്രമിക്കും. ഇപ്പം ആൻറ്റി പറയുന്നു അവളെ വെറുതെ വിടാൻ പാടില്ല, അവളെ കൊന്നു കളയണമെന്ന് പറഞ്ഞ് അങ്കിളുടെ അടുത്ത് പറയുവാണ്. അങ്കിള് ഹീറോയിനെ കാണുന്നു. അങ്കിളാകട്ടെ അയാളുടെ കയ്യിലിരിക്കുന്ന ഒരു സിറിഞ്ച് വെച്ച് ഹീറോയിനെ കുത്തുവാണ്. ഹീറോയിൻ അവിടെ തന്നെ മയങ്ങി വീഴുന്നു. ഇപ്പോൾ ഹീറോയിനെ കൂട്ടിക്കൊണ്ടുപോയി ആ ഡൈനിങ് ടേബിളിൽ ഇരുന്ന് ഈ അങ്കിളും ആൻറ്റിയും ആണെങ്കിൽ ചേർന്ന് രണ്ടുപേരും ഒരു കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. നിൻ്റെ അടുത്ത് ഞാനൊരു കാര്യം പറഞ്ഞില്ലേ, ഞാനൊരു നേഴ്സായിരുന്നു എന്ന്. ഞാനൊരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന നേഴ്സായിരുന്നു. എന്നാൽ ഒരു ദിവസം ഞാനാണെങ്കിൽ ഒരു മരുന്ന് കണ്ടുപിടിച്ചു. ആ മരുന്ന് കൊണ്ട് ആളുകളെ കൊല്ലാൻ സാധിക്കും, അതും വേദനയില്ലാത്ത ഒരു മരണം അവർക്ക് കൊടുക്കാൻ സാധിക്കുമെന്ന് പറയുന്നു. ആളുകൾ പല മാസങ്ങളായിട്ട് ഒരു കട്ടിൽ കിടന്ന് മരിക്കുന്നതിനേക്കാളും ഭേദം അവരെ വേദനയില്ലാതെ ഒരു മരണത്തിലേക്ക് കൂട്ടിക്കൊണ്ട് പോകുന്നതാണെന്ന് പറയുന്നു. അതുകൊണ്ട് ഞാൻ ഈ എക്സ്പെരിമെൻ്റ് ചെയ്യാൻ തുടങ്ങി. പല ആളുകളെ ഞാൻ കൊന്നു. ആദ്യം എൻ്റെ മകളെയും അവരുടെ കുട്ടികളെയാണ് കൊന്നതെന്ന് പറഞ്ഞ് അവരുമാണെങ്കിൽ അവിടെയാണെങ്കിൽ കിടക്കുന്ന പോലെ നമ്മളെ കാണിക്കുന്നു. ഇവിടെ താമസിക്കാൻ വരുന്ന ആളുകളെല്ലാം തന്നെ കൊന്നതിന് ശേഷം ഈ മരുന്ന് കുത്തിവെച്ച് അവരെയാണെങ്കിൽ ഇവിടെ തന്നെ കിടത്തുമെന്ന് പറയുന്നു. എൻ്റെ ഹസ്ബൻഡിൻ്റെ സഹായം കൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞ് ഹീറോയിനെ അളന്നൊക്കെ നോക്കിയിട്ടില്ല ഇവൻ. അതൊക്കെ ഇവളുടെ അടുത്ത് പറയുവാണ്. അന്ന് രാത്രിയിൽ നിൻ്റെ അളവൊക്കെ ഞാൻ എടുത്തു, നിനക്ക് ഒരു സ്ഥലം ഞാൻ കണ്ടുവച്ചിട്ട്
വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് നമ്മുടെ ഹീറോയിൻ്റെ കണ്ണാണെങ്കിൽ തയ്ച്ച് വെക്കാൻ പോകുവാണ്. തയ്ക്കാൻ വേണ്ടി സൂചി നൂലും ഒക്കെ എടുക്കുന്നു. ഈ സമയത്ത് ആരോ വീട്ടിൽ വന്നിട്ടുണ്ട്. ഈ പെൺകുട്ടീനെ അറിയാമോ എന്ന് ചോദിക്കുമ്പോൾ ഹീറോയിൻ്റെ പുറകെ നടന്നില്ലേ അയാൾ തന്നെയാണ്. അറിയാമെന്ന് പറഞ്ഞ് ഈ ആൻറ്റിയും ഇയാളെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അയാൾക്ക് കോഫിയൊക്കെ കൊടുക്കുന്നു. ഇവളുമായിട്ട് നിങ്ങൾക്ക് എന്താണ് ബന്ധം എന്ന് ചോദിക്കുമ്പോൾ ഇവളും എൻ്റെ മകനുമായിട്ട് പ്രണയത്തിലായിരുന്നു. എന്നാൽ എൻ്റെ മകനാണെങ്കിൽ എന്തോ ഒരു കാരണം കൊണ്ട് സൂയിസൈഡ് ചെയ്തു. ആ കാരണം ഇവൾക്ക് മാത്രമേ അറിയത്തുള്ളൂ. അതുകൊണ്ട് ഇവളെ കാണാൻ വേണ്ടിയാണ് വന്നതെന്ന് പറയുന്നു. ഇപ്പോൾ ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അങ്കിൾ ഇയാളുടെ പുറകെ നിൽക്കുന്നുണ്ട്. എനിക്കറിയാം അവൾ ഇവിടെ തന്നെ ഉണ്ടെന്ന്. മര്യാദയ്ക്ക് എനിക്ക് ഇവിടെ കാണുമെന്ന് പറയുമ്പോഴേക്കും അങ്കിൾ വന്ന് ഇയാളുടെ തലക്കിട്ടൊന്ന് കൊടുക്കുവാണ്. അയാൾ സ്പോട്ടിൽ തന്നെ മരിച്ചു വീഴുന്നു. ഈ സമയത്ത് ഹീറോയിനെ നോക്കുമ്പോൾ ഹീറോയിനും കൈയൊക്കെ ആണെങ്കിൽ അനക്കാൻ സാധിക്കുന്നുണ്ട്. ആ മരുന്നിൻ്റെ എഫക്റ്റ് കുറച്ച് നേരത്തേക്ക് കാണത്തുള്ളൂ എന്നാണ് തോന്നുന്നത്. അതുകൊണ്ട് പതിയെ പതിയെ ഇവിടെ എഴുന്നേറ്റ് നടക്കാൻ വേണ്ടി തുടങ്ങുന്നു. എങ്ങനെയൊക്കെ പോയി വിൻഡോ വഴി താഴേക്കാണെങ്കിൽ എടുത്തിയാടുന്നു. ഇപ്പോൾ ഇവൾക്കുവാണെങ്കിൽ നടക്കാൻ സാധിക്കുന്നുണ്ട്. നടന്ന് അവിടെ നിന്ന് പോയി ഇവിടുന്ന് പോകാമെന്ന് നോക്കുമ്പോൾ ഇപ്പോൾ അവിടെ അങ്കിളാണെങ്കിൽ കാർ എന്തോ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങുന്നു. ഇപ്പോൾ ഹീറോയിനാകട്ടെ നേരെ വന്ന് ഒരു റൂം പോലും ഉണ്ട്. അവിടെ കയറി ഒളിച്ചിരിക്കുവാണ് ഇവർ പോകാൻ വേണ്ടി. ഇപ്പോൾ ഇവൾ തിരിഞ്ഞു നോക്കി ആ റൂമിൻ്റെ അകത്ത് എന്തുണ്ടെന്ന് നോക്കുമ്പോഴേക്കും അകത്താകട്ടെ അഴകിയ ശരീരമൊക്കെ കിടക്കുന്നുണ്ട്. ഇവളിത് കണ്ടിട്ട് പേടിക്കുന്നുണ്ട്. ഈ സമയത്ത് അങ്കിൾ എന്താ കാറാണെങ്കിൽ സ്റ്റാർട്ട് ചെയ്തിട്ടാണ് പോയത്. ഈ സമയത്ത് ഇവിടുന്ന് പോകാമെന്ന് പറഞ്ഞ് ഹീറോയിനും ആ കാറാണെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങുന്നു. എന്നാൽ കീ ഇല്ല. ഇവളുടെ കഷ്ടകാലത്തിനാകട്ടെ ഇവളും പുറകിലാണെങ്കിൽ കയറിയിരിക്കുവാണ്. ആ അങ്കിളും ആൻറ്റിയും ആ ഡെഡ് ബോഡി ആണെങ്കിൽ കൊണ്ടുപോയി കളയാമെന്ന് പറഞ്ഞ് രണ്ടുപേരും കാർ സ്റ്റാർട്ടാക്കി എങ്ങോട്ടോ പോകാൻ വേണ്ടി ഇരിക്കുന്നു. ഇപ്പോൾ ഇവരും ആണെങ്കിൽ ഏതോ ഒരു സ്ഥലത്ത് കൊണ്ടുവന്ന് വണ്ടി നിർത്തിയിരിക്കുകയാണ്. ഹീറോയിന് മനസ്സിലായി എവിടെയോ നിർത്തിയിട്ടുണ്ടെന്ന്. പെട്ടെന്ന് തന്നെ ഇയാളെ ഡ്രൈവിംഗ് മോഡിൽ ഇട്ടിട്ട് ഇവയാളും വെളിയിൽ ഇറങ്ങി നിൽക്കുന്നു. ആ കാറ് പതിയെ നീങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. എപ്പോഴാണ് നമുക്ക് തന്നെ കാര്യം മനസ്സിലാകുന്നത്, ഇവർ കൊക്കയിൽ നിന്ന് താഴേക്ക് ആ കാറിനെ ആണെങ്കിൽ തള്ളിയിട്ടിരിക്കുകയാണ്. ഇതിൻ്റെ കൂടെ നമ്മുടെ ഹീറോയിനും ആണെങ്കിൽ ഒച്ചയുണ്ടാക്കുന്നു. ഹീറോയിനുള്ള കാര്യം ഇവർക്കും അറിയത്തില്ല. ആ കൊക്കയിലേക്ക് ആ കാറ് വന്ന് വീഴുവാണ്. ഇപ്പോൾ ഈ രണ്ട് സൈക്കിളുകളും നമുക്ക് ഇവിടുന്ന് പോകാമെന്ന് പറഞ്ഞ് അവരും അവരുടെ കാര്യത്തിന് പോകുന്നു. നമ്മുടെ ഹീറോയിന് എന്ത് പറ്റിയെന്ന് അറിയത്തില്ല. ഇപ്പം മരിയം എന്ന് പറഞ്ഞാൽ വേറൊരു സ്ത്രീനെ കാണിക്കുന്നു. ഇപ്പം നമ്മുടെ ഹീറോയിന് എന്ത് പറ്റിയെന്ന് ചോദിക്കല് ഈ കഥയും കൂടെ കേൾക്കുക. എന്നിട്ട് പറയാം, മരിയത്തിനാകട്ടെ ഒരു കുഞ്ഞുണ്ട്. എന്നാൽ ആ കുഞ്ഞിന് ക്യാൻസറാണ്. അവനാണെങ്കിൽ വേഗം തന്നെ മരിച്ചു പോകുമെന്ന് ഇവൾക്കും ആണെങ്കിൽ നല്ലപോലെ തന്നെ അറിയാം. എന്നാൽ പോലും അവൻ്റെ അടുത്ത് നീ ജീവനോടെ വരുമെന്നൊക്കെ പറഞ്ഞ് അവനെ സമാധാനിപ്പിക്കുകയാണ്. ഈ കുഞ്ഞ് മരിച്ചത് കൊണ്ട് തന്നെ അവളുടെ ഹസ്ബൻഡും ആണെങ്കിൽ ഇവളെ വിട്ടുകെട്ടാണെങ്കിൽ പോകുകയും ചെയ്യുന്നു. ഇപ്പോൾ ഇവിടെയാണെങ്കിൽ സീൻ കട്ട് ചെയ്ത് കുറച്ച് നാളുകൾക്ക് ശേഷം വന്ന് പറഞ്ഞ് കാണിക്കുവാണ്. മരിയോ അവളുടെ നോർമൽ ലൈഫ് തന്നെയാണെങ്കിൽ ലീഡ് ചെയ്യാൻ തുടങ്ങുന്നു. ഈ സമയത്ത് ഇവളൊരു പ്രൊഫസർ ആയതുകൊണ്ട് ഇവളുടെ അടുത്തേക്ക് ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ വരുവാണ്. ഇവളുടെ അടുത്താണെങ്കിൽ സംസാരിക്കാൻ വേണ്ടി തുടങ്ങുന്നു. നിങ്ങളുടെ പയ്യനെ നിങ്ങൾ വളരെ മിസ് ചെയ്യുന്നില്ലേ? അതിനെക്കുറിച്ച് എനിക്കറിയാം. ഞാനാണെങ്കിൽ അവൻ്റെ അടുത്ത് സംസാരിക്കുമെന്ന് പറയുന്നു. ഇതാദ്യം കേട്ടപ്പോൾ നമ്മുടെ മരിയത്തിനാകട്ടെ ഇവനാണെങ്കിൽ ഭ്രാന്ത് പറയുന്നതാണെന്ന് വിചാരിക്കുന്നു. മരിയത്തിനും അവൻ്റെ മകനും അറിയാത്ത കാര്യങ്ങൾ വരെ ഇവനാണെങ്കിൽ തുറന്നിങ്ങനെ പറയുവാണ്. ഞാൻ വേണമെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ തെളിയിക്കാമെന്ന് പറഞ്ഞ് ഹീറോയിനും കുറച്ച് പാരാനോമൽ ആക്ടിവിറ്റീസ് ഒക്കെ നടത്തുന്ന ആളുകളെ കൂട്ടിക്കൊണ്ട് വന്ന് ഇവനെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുവാണ്. ഒരു റൂമിൽ ഇവൻ്റെ ഡ്രസ്സൊക്കെ ആണെങ്കിൽ ഊരി അവൻ്റെ ദേഹത്ത് എന്തെങ്കിലും ഉണ്ടോ എന്ന് ഇവളാണെങ്കിൽ ഇങ്ങനെ നോക്കുവാണ്. വായൊക്കെ തുറന്ന് നോക്കുന്നു. ഇവൻ എന്തെങ്കിലും ഫേക്ക് ആയിട്ട് ചെയ്യുന്നതാണോ എന്ന് അറിയാൻ വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. ഇതിനുശേഷം ഹീറോയിനും ആണെങ്കിൽ വെയിറ്റ് ചെയ്യുവാണ്. ഇപ്പം ഇവനും ആണെങ്കിൽ ഹീറോയിൻ്റെ അടുത്തൊരു കാര്യം പറയും. ശരി, പയ്യനെ നമുക്ക് സൈമൺ എന്ന് പേരിടാം. സൈമണും ഹീറോയിൻ്റെ അടുത്ത് പറയുന്നു, നിങ്ങൾ ലൈറ്റ് ഒന്ന് ഓഫാക്ക്, എന്നാൽ മാത്രമേ ഉള്ളൂ എനിക്കിത് ചെയ്യാൻ സാധിക്കത്തുള്ളൂ എന്ന് പറഞ്ഞ് ഹീറോയിനോട് ലൈറ്റ് ഓഫ് ആക്കാൻ പറയുവാണ്. ഇവള് ശരിയെന്ന് പറഞ്ഞ് ലൈറ്റ് ഓഫ് ആക്കുന്നു. കുറച്ച് നേരം കഴിയുമ്പോൾ ഇവനാണെങ്കിൽ ഒച്ച ഉണ്ടാക്കുന്ന ശബ്ദം കേൾക്കുവാണ്. ഇപ്പോൾ ഇവളുമാണെങ്കിൽ ലൈറ്റ് ഓൺ ആക്കുമ്പോൾ അവൻ അവിടെ വീണ് കിടക്കുന്നു. ആ റൂം തുറന്ന് അകത്തേക്ക് ചെല്ലുമ്പോഴാണ് കാണുന്നത് ആ ചുവരി മുഴുവനും തന്നെ എന്തോ വരച്ചു വെച്ചിരിക്കുകയാണ്. ഈ സോഫിക്ക് മനസ്സിലാകുന്നു ഇവൻ്റെ ഉള്ളിൽ ഏതോ ഒരു ശക്തി ഉണ്ടെന്ന്. ആ ചുവരി നോക്കുമ്പോൾ പല ആത്മാക്കൾ എഴുതിയതുപോലുള്ള വാചകങ്ങൾ അവിടെയുണ്ട്. അതിൽ സോഫിയുടെ മകൻ എഴുതിയതുപോലുള്ള ഒരു വാചകമുണ്ട്, ഞാൻ ഇപ്പോഴും അമ്മയുടെ കൂടെ ഉണ്ടെന്ന്. സൈമൺ ചോദിക്കുവാണ്, ഇപ്പം നിങ്ങൾക്ക് എന്നെ വിശ്വസിക്കാൻ സാധിക്കുമോ എന്ന്. സോഫിയക്കും ഇപ്പം വിശ്വാസമാക്കുന്നു ഇവനെ. ഇപ്പം സോഫി ആകട്ടെ അവൻ്റെ മകൻ്റെ കല്ലറയുടെ അടുത്ത് വന്ന് ഇങ്ങനെ അവൻ്റെ അടുത്ത് സംസാരിക്കുന്ന പോലെയാണെങ്കിൽ ഇരിക്കുവാണ്. ഈ സമയത്ത് സൈമൺ വരുന്നു. ഇവിടെ നിങ്ങളുടെ മകനില്ല, നിങ്ങളുടെ മകനുള്ളത് നിങ്ങളുടെ വീട്ടിലാണെന്ന് പറഞ്ഞ് ഇവർ രണ്ടുപേരും ആണെങ്കിൽ സോഫിയുടെ വീട്ടിലേക്ക് പോകുന്നു. എന്നാൽ സോഫിയുടെ വീട്ടിലാണെങ്കിൽ ആരും തന്നെ ഇല്ല. കാരണം അവളുടെ ഹസ്ബൻഡ് ഇവളെ വിട്ടിട്ടാണെങ്കിൽ പോയല്ലോ. അവൻ്റെ റൂമിലേക്ക് പോയി ഇവർ രണ്ടുപേരും സംസാരിക്കുവാണ്. നിങ്ങളുടെ മകൻ്റെ റൂം വളരെ ഭംഗിയായിട്ടുണ്ടെന്ന് പറയുന്നു. ഇവിടെയാണ് നിങ്ങളുടെ മകനുള്ളതെന്ന് പറഞ്ഞ് സൈമണും സോഫിയുടെ അടുത്ത് പറയുന്നു. ഇപ്പോൾ ഇവർ രണ്ടുപേരും തന്നെ വളരെ ഫ്രണ്ട്സിനെ പോലെ ആകുന്നു. അത് ഇച്ചിരി കൂടിപ്പോയി. രണ്ടുപേരും തന്നെ ഫിസിക്കൽ റിലേഷൻ
സിറ്റുവേഷനിൽ തന്നെ ഇരിക്കുന്നു. ഇപ്പം മരിയ ആണെങ്കിൽ ഒറ്റയ്ക്കാണല്ലോ താമസിക്കുന്നത്. അതുകൊണ്ട് മരിയയുടെ വീട്ടിലേക്ക് ഈ സൈമൺ ആണെങ്കിൽ താമസിക്കാൻ വേണ്ടി വരുവാണ്. കുറച്ച് നാൾ കഴിഞ്ഞു പോകുന്നു. മരിയ ആകട്ടെ അവളുടെ മരിച്ചുപോയ മകനെ കുറിച്ച് ഒരു പുസ്തകം എഴുതുവാണ്. ഇപ്പം ആ പുസ്തകം വായിച്ചിട്ട് പല ആളുകളും ഈ പ്രേതത്തിലൊക്കെ വിശ്വസിച്ച് മരിയയുടെ ഒപ്പം ചേർന്ന് ഒരു ഗ്രൂപ്പ് പോലെ തുടങ്ങുന്നു. ഈ മരിച്ച ആളുകളുടെ അടുത്ത് ഈ സൈമൺ സംസാരിക്കാം എന്നൊക്കെ പറഞ്ഞ് അത് വലിയൊരു ബിസിനസ് ആയിട്ട് തന്നെ പൊക്കോണ്ടിരിക്കുകയാണ്. ഒരു ദിവസം ആകട്ടെ ഈ സൈമൺ ആകട്ടെ വേറൊരു പെണ്ണിൻ്റെ കൂടെ ഫിസിക്കൽ റിലേഷൻ ഇരിക്കുന്നത് ഈ സോഫിയെ കാണുവാണ്. ഇപ്പൊ സോഫിയക്ക് ദേഷ്യം വരുന്നു. നീ എന്തിനാടാ ഇങ്ങനെ ചെയ്യുന്നത്? നീ എന്നെ സ്നേഹിക്കുന്നില്ല എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവൻ നല്ലപോലെ മദ്യപിച്ചാണല്ലോ ഇരിക്കുന്നത്. അതുകൊണ്ട് ഇവളുടെ അടുത്ത് ഒരു കാര്യം പറയുന്നു. എല്ലാം തന്നെ എൻ്റെ നാടകമായിരുന്നു. നിന്റെ മകനുമായിട്ട് ഞാൻ സംസാരിച്ചിട്ട് പോലും ഇല്ല. എല്ലാം തന്നെ ഞാൻ പ്ലാൻ ചെയ്ത് നടത്തിയ ഒരു നാടകമാണെന്ന് പറയുന്നു. എന്നാൽ മരിയാകട്ടെ ഇതൊന്നും വിശ്വസിക്കുന്നില്ല. എനിക്കറിയാം നീ ചുമ്മാ കള്ളം പറയുന്നതാണ്, നീ മദ്യപിച്ച് പറയുന്നതാണെന്ന് പറയുന്നു. ഞാൻ മദ്യപിച്ച് പറയുന്നൊന്നും അല്ല. നിങ്ങളുടെ ഹസ്ബൻഡിൻ്റെ കൂടെ ആയിരുന്നു ഞാൻ ആദ്യം വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അതിനുശേഷമാണെങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് മനസ്സിലാക്കി ആ റൂമിലെല്ലാം തന്നെ ഞാൻ പെയിൻ്റ് അടിച്ച് അതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചു. അവിടെ ലൈറ്റ് ഓൺ ആക്കുമ്പോൾ വേറൊരു കളർ വരുന്നത് പോലെ തന്നെ അകത്ത് പോകുന്നതിന് മുമ്പ് ഞാനൊരു മെഡിസിൻ എടുത്തിരുന്നെന്ന് പറയുന്നു. അതുകൊണ്ടാണ് ഞാൻ ബോധം കിട്ടി വീണതെന്ന് പറയുന്നു. എല്ലാം തന്നെ എൻ്റെ പ്ലാനായിരുന്നു. മരിയയ്ക്കും വളരെ വിഷമാകുന്നു. ഇത്രയും നാൾ തൻ്റെ മകനെ വെച്ച് തന്നെ ഇവൻ ചതിച്ചല്ലോ എന്ന് വിചാരിച്ച് ഇപ്പം മരിയയും അവിടുന്ന് നടന്നു പോയി. അവളുടെ മകൻ്റെ റൂമുണ്ട്. ആ റൂമിലാണെങ്കിൽ കുറേ നേരം തന്നെ ഇരിക്കുന്ന സമയത്ത് അവിടെ ഒരു ബോർഡ് ഇരിപ്പുണ്ട്. ഇവളും കുറേ നേരമാണെങ്കിൽ ഇരിക്കുമ്പോൾ അവിടെ ഒരു ബോർഡുണ്ട്. ആ ബോർഡിൽ ആരോ എന്തൊക്കെയോ വരച്ചു വെച്ചിട്ടുണ്ട്. ഇവളും നോക്കുന്ന സമയത്ത് അതിൻ്റെ അകത്ത് എപ്പോഴും ഞാൻ അമ്മയുടെ കൂടെ തന്നെ ഉണ്ടായിരിക്കുമെന്ന് പറഞ്ഞ് മരിച്ചുപോയ ഇവളുടെ മകനാണെങ്കിൽ എഴുതി വെച്ചിട്ട് പോയിരിക്കുകയാണ്. മരിയ ബെഡിലേക്ക് നോക്കുമ്പോൾ ഇവളുടെ മകനാകട്ടെ ആ ബെഡിലാണെങ്കിൽ കിടന്നുറങ്ങുന്നത് പോലെ ഇവൾക്ക് കാണുകയും ചെയ്യുന്നു. ഇപ്പോഴാണെങ്കിൽ ഇവളും ഇത് കണ്ടിട്ട് വളരെ വിഷമിക്കുകയാണ്. ഇവിടെ സൈമണെ കാണിക്കുമ്പോൾ സൈമൺ ആണെങ്കിൽ ഈ മരിയത്തിൻ്റെ അടുത്ത് സോറി പറയുവാണ്. ഇങ്ങനെയൊക്കെ ആയിപ്പോയി, എന്നോട് ക്ഷമിക്കൂ, ഇനി ഇവിടെ നിന്നിട്ട് എനിക്കൊരു പ്രയോജനമില്ല, ഞാൻ പോവുകയാണെന്ന് പറയും. മരിയും നീ ആണെങ്കിൽ അങ്ങനെ പെട്ടെന്ന് പോകാൻ പറ്റത്തില്ല, നമ്മൾ കുറേ ബിസിനസ് തുടങ്ങിയിട്ടുണ്ട്, അതൊക്കെ നമ്മൾ എങ്ങനെ നോക്കി നടത്തും. ഇന്ന് പോലും കുറേ ആളുകളാണെങ്കിൽ ഇങ്ങോട്ട് വരാനാണെങ്കിൽ ഉദ്ദേശിച്ചിട്ടുണ്ട്, അതുകൊണ്ട് നീ ഇവിടെ തന്നെ വേണമെന്ന് പറയുമ്പോൾ ഇവനും ആണെങ്കിൽ ഓക്കെ എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പോകുവാണ്. ഇപ്പോഴാണ് നമ്മളെ കാണിക്കുന്നത് മരിയയുടെ ഒപ്പം തന്നെ അവളുടെ മരിച്ചുപോയ മകനാണെങ്കിൽ ആത്മാവായിട്ട് ഇപ്പോഴും അവളുടെ കൂടെ തന്നെ ഉണ്ട്. ഇവിടെയാണെങ്കിൽ സീൻ കട്ട് ചെയ്തിട്ട് അന്ന് രാത്രി കാണിക്കുന്നു. ഇപ്പം മരിയയും ഇവരുടെ അടുത്തൊരു കാര്യം പറയുവാണ്. ഇന്നാണെങ്കിൽ സൈമൺ പല ആത്മാക്കളുടെ അടുത്ത് സംസാരിക്കാൻ പോകുകയാണ്. ഇന്ന് നിങ്ങൾ ഇതെല്ലാം കണ്ട് വിശ്വസിക്കാൻ പോകുകയാണെന്ന് പറഞ്ഞ് ഇവളും എന്തോ പ്ലാൻ ചെയ്യുവാണ്. സൈമണ് ചോദിക്കുന്നു നീ എന്താണ് പ്ലാൻ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ ഉണ്ട്, നീ കണ്ടാൽ മതി എന്ന് പറഞ്ഞ് സൈമണെ കൂട്ടിക്കൊണ്ട് ഇവളുടെ മകൻ്റെ റൂമുണ്ടല്ലോ ആ റൂമിലേക്ക് പോകുവാണ്. മരിയ സൈമണിന്റെ ശരീരം മൊത്തം ചെക്ക് ചെയ്യുന്നു. ഇവൻ ദേഹത്ത് ഒന്നും തന്നെ ഇല്ലെന്ന് പറഞ്ഞ് ഉറപ്പ് വരുത്തുവാണ് ബാക്കിയുള്ളവരോട്. ഇതേ സമയത്ത് മരിയയും പറയുന്നുണ്ട് അവനാണെങ്കിൽ ഒച്ചയുണ്ടാക്കും, എന്തും ചെയ്യും, അതുകൊണ്ട് നിങ്ങളാണെങ്കിൽ ഇവിടെ നിന്ന് കേട്ടാൽ മതി എന്ന് പറഞ്ഞ് ഡോർ അടിക്കുന്നു. ഈ സൈമണും എന്താ ചെയ്യേണ്ടതെന്നറിയാതെ കുറേ നേരം അവിടെ നിൽക്കുവാണ്. ഇവന് നോക്കുന്ന സമയത്ത് ഇപ്പം മരിയയുടെ മകൻ്റെ ആത്മാവ് അവിടെ വന്നിരിക്കുന്നു. ഇത് കണ്ടിവൻ പേടിച്ച് നിൽക്കുമ്പോൾ പല ആത്മാക്കളും അവിടെ വന്ന് ഇവനെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുവാണ്. ഇവൻ്റെ ദേഹത്തേക്ക് എന്തോ അവരാണെങ്കിൽ എഴുതുന്നുണ്ട്. ഇവൻ്റെ മാംസമെല്ലാം തന്നെ പറിച്ചാണെങ്കിൽ എടുക്കുന്നു. ഇപ്പം ഇവനും ആണെങ്കിൽ അവനെ കൊണ്ട് പറ്റുന്ന ഒച്ചത്തിലാണെങ്കിൽ ഒച്ച വെക്കുന്നുണ്ട്. ഇപ്പം മരിയുവാണെങ്കിൽ ഇത് കേട്ടിട്ടും കേൾക്കാത്ത പോലെയാണെങ്കിൽ ഇരിക്കുവാണ്. ഇപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞ് ആ ഡോർ തുറക്കുമ്പോൾ ഇവളും വന്ന് നോക്കുമ്പോൾ ഇവൻ്റെ തൊലികളെല്ലാം തന്നെ കീറി ഒരു വിരൂപ രോഗത്തിലേക്ക് മാറിയിരിക്കുന്നു. എന്നോട് ക്ഷമിക്കും ഭാര്യം എന്ന് പറഞ്ഞ് ഇവനും ആണെങ്കിൽ സോറി ചോദിക്കുകയാണ്. ഇവിടെ ഫസ്റ്റ് സീനിൽ ടോം എന്ന് പറഞ്ഞൊരുത്തിനെ കാണിച്ചില്ലേ, അവനെ കാണിക്കുന്നു. അവനാകട്ടെ ഒരു റെസ്റ്റോറൻറ്റ് കയറി ഒരു സ്ഥലത്തേക്കുള്ള വഴി ചോദിക്കുകയാണ്. കുറച്ച് ദൂരെ പോയാൽ മതി എന്ന് പറഞ്ഞ് ഇയാളും പറഞ്ഞു വിടുന്നു. സൈമണും അവൻ്റെ ഫ്രണ്ടും കൂടി ചേർന്ന് ആ ബ്ലഡ് ബുക്ക് എടുക്കാൻ വേണ്ടിയാണ് പോകുന്നത്. ഇവനും കുറേ ദൂരം യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഇരുണ്ട പ്രദേശത്തൂടെയാണ് പോകുമ്പോൾ ഇവൻ്റെ ഫ്രണ്ടാകട്ടെ ഒരു കാര്യം കാണുന്നു. ഇവൻ്റെ ഫ്രണ്ടിലൂടെ തന്നെ ഒരു പ്രേതത്തിൻ്റെ രൂപം പോകുന്നു. വേഗം തന്നെ ബ്രേക്ക് ആണെങ്കിൽ ചവിട്ടുന്നുണ്ട്. ഈ സമയത്താകട്ടെ കാർ സ്റ്റാർട്ടാകുന്നില്ല. എന്താണ് പറ്റിയെന്ന് ചോദിച്ച് ടോമോ ആണെങ്കിൽ കാർ റിപ്പയർ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ എല്ലാ പണിയും കഴിഞ്ഞ് ഇപ്പോൾ സ്റ്റാർട്ടാകുമെന്ന് പറഞ്ഞ് ഇവൻ ഇരിക്കുമ്പോഴേക്കും ഇവൻ്റെ ഫ്രണ്ടാകട്ടെ എങ്ങോട്ട് ഓടിപ്പോകുകയാണ്. നീ എവിടെയാണ് പോകുന്നതെന്ന് പറഞ്ഞ് ഇവനെ ഫോളോ ചെയ്ത് തന്നെ പോകുന്നു. നടന്ന് ഒരു ചർച്ചിലേക്ക് പോകുവാണ്. അതൊരു പഴയ ചർച്ചാണ്, ഇടിഞ്ഞു പൊളിഞ്ഞ് കിടക്കുന്ന. ഈ ചർച്ചിലിരുന്ന് ഇവനും എൻ്റെ അമ്മയോട് സോറി എന്ന് പറഞ്ഞ് വളരെ ഫീലിങ്ങോടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നീ ആരുടെ അടുത്താണ് സംസാരിക്കുന്നത്? എൻ്റെ അമ്മയുടെ അടുത്തേക്ക് പോകാൻ പോകുവാണ്. നീ ആരുടെ അടുത്തേക്കെങ്കിലും പോക്കോ, ആ ഗണ്ണ് താഴെയിടാൻ പറയുമ്പോഴേക്കും
പെട്ടെന്ന് തന്നെ ഇവ ഷൂട്ട് ചെയ്ത് അവൻ തന്നെയാണെങ്കിൽ മരിക്കുന്നു. ഇത് കണ്ടതും ഇവിടുന്ന് പോകണമെന്ന് പറഞ്ഞ് ഇവനും ആണെങ്കിൽ അവിടുന്ന് പോകുവാണ്. ടോം കുറേ ദൂരം നടന്ന് ആ വീട് കണ്ടുപിടിക്കുകയാണ്, ആ ബ്ലഡ് ബുക്കുള്ള വീട്. ഇപ്പോൾ ഇത് ആരുടെ വീടെന്ന് ചോദിച്ചാൽ നമ്മുടെ മരിയയുടെ വീടാണ്. എന്നാൽ ആ വീട് തന്നെ കുറേ പഴയതായിട്ടാണ് ഇരിക്കുന്നത്, അതായത് ഇടിഞ്ഞു പൊളിഞ്ഞ്. മരിയത്തിനെ കാണിക്കുമ്പോൾ ഇവളുമാണെങ്കിൽ നല്ല പ്രായം വന്ന് ഒരമ്മൂമ്മയായിരിക്കുന്നു. എനിക്ക് ആ പുസ്തകമാണ് വേണ്ടത്, തന്നേക്കാൻ പറയുന്നു. ഏത് പുസ്തകം എന്ന് ചോദിക്കുമ്പോൾ ആ റെഡ് ബുക്കാണ് വേണ്ടതെന്ന് ഇവൻ പറയുവാണ്. ശരി, ആ റെഡ് ബുക്ക് അല്ലേ വേണ്ടത്? ആ റെഡ് ബുക്ക് തേടി എത്ര പേര് വന്നിട്ടുണ്ടെന്ന് അറിയാവോ? ആർക്കും അത് കിട്ടാറില്ല. നീ തേടി വന്ന ആ റെഡ് ബുക്ക് ഇതാണെന്ന് പറഞ്ഞ് നമ്മുടെ സൈമനെ കാണിക്കുന്നു. ആ റെഡ് ബുക്കിൻ്റെ അകത്ത് ആളുകൾ എങ്ങനെയാണ് മരിക്കേണ്ടതെന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. നിന്റെ മരണം എലികളെ കൊണ്ടായിരിക്കും എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കുന്നു. എലികളോ? നീ എന്താടി പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ ഇതേ സമയത്താണെങ്കിൽ അവിടെ 1000കണക്കിന് എലികൾ വരുവാണ്. എല്ലാ എലികളും ഇവൻ്റെ ദേഹത്തേക്ക് വരുന്നു. ഇപ്പം ഇതിനെ പേടിച്ച് തന്നെ ഇവൻ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ടോമിൻ്റെ കയ്യിൽ ഒരു കത്തി ഉണ്ട്. ആ കത്തി വെച്ച് ഈ എലീനെ കുത്താൻ വേണ്ടി ശ്രമിക്കുന്നു. ഇവൻ്റെ ദേഹത്തേക്ക് തന്നെയാണ് എന്നാൽ ആ കത്തി മൊത്തം കുത്തി കയറുന്നത്. ഇപ്പോൾ ഇവനും ആണെങ്കിൽ വയ്യടാന്ന് പറഞ്ഞ് അവിടെ നടന്നാണെങ്കിൽ ആരുടെങ്കിലും ഹെൽപ്പ് ചോദിക്കാമെന്ന് പറഞ്ഞ് കുറേ ദൂരം നടക്കുവാണ്. ഇവന് നടന്നാണെങ്കിൽ വയ്യടാന്ന് പറഞ്ഞ് ഒരു സ്ഥലമാണ് ഈ കണ്ടുപിടിക്കുന്നു. ഇത് വേറെ ആരുടെ വീടല്ല, അങ്കിളും ആൻറ്റിയുടെ വീടാണ്. അങ്കിളാകട്ടെ ആരെയോ കൊന്നിട്ട് അകത്തേക്ക് കൂട്ടിക്കൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യട്ടെ എന്ന് ചോദിക്കുമ്പോൾ ആൻറ്റി അവൻ്റെ തലക്കെട്ടടിച്ച് അവനെ അവിടെ തന്നെ കൊന്നിടുന്നു. ഇപ്പോൾ ഇതാണ് പറയുന്നത്, പട പേടിച്ച് പന്തളത്തി ചെന്നപ്പോൾ പന്തം കൊളുത്തിപ്പെടാന്ന്. ഇവിടെ നമ്മുടെ ഹീറോയിനെ കാണിക്കുകയാണ്. ആ ആക്സിഡൻറ്റിൽ നമ്മുടെ ഹീറോയിൻ രക്ഷപ്പെട്ട് അവളെ ആണെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. കൂടെ അവളുടെ അച്ഛനും അമ്മയാണെങ്കിലും ഉണ്ട്. ഇപ്പം തിരിച്ചാണെങ്കിൽ ഇവളുടെ വീട്ടിലേക്ക് തന്നെ ഇവളെ കൊണ്ടുപോവാണ്, കൂട്ടിക്കൊണ്ടുപോയി. ഇപ്പം പോലും നമ്മുടെ ഹീറോയിന് ആ പഴയ അവസ്ഥ തന്നെയാണ്. ആരും തന്നെ അവളുടെ അടുത്ത് സംസാരിക്കാനില്ല, എല്ലാം തന്നെ വലിയ ഒച്ചത്തിൽ കേട്ടോണ്ടേയിരിക്കും. ഇപ്പോഴാണ് നമ്മളെ കാണിക്കുന്നത് ഇവളുടെ ബോയ് ഫ്രണ്ടിന് എന്ത് പറ്റിയെന്ന്. ഹീറോയിനും അവളുടെ ഫ്രണ്ടുമായിട്ട് നല്ല ഫ്രണ്ട്സ് ആയിരുന്നു. എന്നാൽ ഒരു ദിവസമാണെങ്കിൽ ഇവളെ കോൾ ചെയ്തിട്ട് അവൻ പറയുവാണ്, എനിക്ക് നിന്നെ ഇഷ്ടമാണ്, എനിക്ക് നിന്നെ കല്യാണം കഴിക്കണം എന്നൊക്കെ. ഇത് കേട്ട് നമ്മുടെ ഹീറോയിനാകട്ടെ എന്തായാലും വളരെ ഡിപ്രഷനിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് പറയുന്നു, എനിക്ക് നിന്നെ ഇഷ്ടമാണ്, എന്നാൽ എനിക്കാണെങ്കിൽ നിന്നെ കല്യാണം കഴിക്കാൻ പറ്റത്തില്ല. കാരണം എനിക്ക് അല്ലേ തന്നെ വളരെ പ്രശ്നങ്ങളുണ്ട്, അതിൻ്റെ ഇടയിൽ നിന്നെയും കൂടെ കൊണ്ടുപോകാൻ പറ്റത്തില്ല. എന്നാൽ നമുക്ക് വേറൊരു കാര്യം ചെയ്യാം, നമുക്ക് സൂയിസൈഡ് ചെയ്ത് കളഞ്ഞേക്കാമെന്ന് ഇവൾ പറയുവാണ്. ശരി, ഞാൻ സൂയിസൈഡ് ചെയ്യാം, അതിനു മുമ്പ് നീ സൂയിസൈഡ് ചെയ്യ്. ശരി, ഞാൻ ഇതിൻ്റെ മുകളിലാണ് നിൽക്കുന്നത്, ഞാൻ താഴേക്ക് ചാടാൻ പോകുകയാണെന്ന് പറഞ്ഞ് ഇവൻ എടുത്തു ചാടുന്നു. എന്നാൽ നമ്മുടെ ഹീറോയിന് ചാടാൻ സാധിച്ചില്ല, അവൾക്ക് പേടിയായതുകൊണ്ട് അവളുടെ ജീവിതം തന്നെ വളരെ മോശമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഇവൾ എന്തിനാണ് ജീവിക്കുന്നതെന്ന് അറിയാതെ ഇങ്ങനെ ഇരിക്കുമ്പോൾ വീണ്ടും ആ അങ്കിളും ആൻറ്റിയുടെ വീട് ഓർമ്മ വരുന്നു. അവിടെ പോകാമെന്ന് പറഞ്ഞ് ഹീറോയിനാണെങ്കിൽ അങ്ങോട്ട് പോയി. ഈ അങ്കിളും ആൻറ്റിയിലെ സൈക്കോകൾ ഇവരുടെ അടുത്ത് പറയുകയാണ്, നിങ്ങൾക്ക് എന്നെ എക്സ്പെരിമെൻറ്റിന് വേണ്ടി യൂസ് ചെയ്യാമെന്ന് പറഞ്ഞ് ഹീറോയിൻ്റെ ദേഹം തന്നെ അവർക്ക് കൊടുക്കുകയാണ്. ഈ ആൻറ്റി അങ്കിളും ആണെങ്കിൽ വളരെ സന്തോഷത്തോടെ ഇവളെ വീട്ടിൻ്റെ അകത്തേക്ക് വിളിച്ചുകൊണ്ട് പോയി. ഇപ്പോൾ ഇവളെ ആണെങ്കിൽ ആ സെറിജ് കുത്തിവെച്ച് ഇവളെ മയക്കുവാണ്. ഇതിന് ശേഷമാണെങ്കിൽ ആ എക്സ്പെരിമെൻറ്റിന് വേണ്ടി ഹീറോയിനാണെങ്കിൽ ഒരു ശവപ്പെട്ടി പോലെ ഉണ്ട്, അതിൻ്റെ അകത്തേക്ക് കിടക്കുന്നു. നമ്മുടെ ഹീറോയിൻ ആഗ്രഹിച്ചതുപോലെ തന്നെ വേദനയില്ലാത്തൊരു മരണമാണെങ്കിൽ ഇവൾക്കാണെങ്കിൽ കൊടുക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ ഇവിടെ സീൻ കട്ട് ചെയ്തിട്ട് ഇവിടെ മരിയത്തിനെ കാണിക്കുമ്പോൾ മരിയയും പറയുന്നു, ഇനി എത്ര കഥകൾ നിങ്ങൾക്ക് കാണാൻ കിടക്കുന്നു, എല്ലാം തന്നെ നിങ്ങൾ കണ്ടേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞ് ഈ മൂവി ആണെങ്കിൽ അവസാനിപ്പിക്കുകയും ചെയ്തു. ശരിക്കും ഈ മൂവിയിൽ എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ ഒന്നുമില്ല, ഒരു ബുക്കിൽ നിന്നെടുത്ത 2 കഥകളാണ് ഈ സിനിമ തന്നെ. അപ്പോൾ മൂവി എങ്ങനെയുണ്ടെന്ന് മറക്കാതെ കമൻറ്റ് ബോക്സിൽ പറയുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തിട്ട് പോകുക. ടാറ്റാ, ബൈ ബൈ ഗൈസ്.